എൻ്റെ പേര് ജിഷ്മ. ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. 2023 ഡിസംബർ മാസം 24-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ ആദ്യത്തെ സാക്ഷിയാണ്. പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയ എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ആദ്യത്തെ എൻ്റെ സാക്ഷി എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് 2022 മരിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് പ്രാർത്ഥിക്കാനൊന്നൊരു മനസ്സിനൊരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മേമ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. മേമ പറഞ്ഞു, മോളെ മാതാവിൻ്റെ അടുത്ത് നീ വന്ന് പ്രാർത്ഥിക്ക്, നീ ഉടമ്പടി എടുക്ക്, നിൻ്റെ എല്ലാ പ്രാർത്ഥനയും അമ്മ മാതാവ് സാധിച്ചു തരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ പ്രാർത്ഥിക്കണില്ല, ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിനെ എന്നിൽ നിന്ന് എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാതെ കുറേ ദിവസം അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ഡിസംബർ മാസം എനിക്ക് തോന്നി മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം, ഉടമ്പടി എടുക്കാം. അതൊരു പരീക്ഷണം എന്ന രീതിയിലല്ല, എനിക്കറിയില്ല. കല്യാണത്തിന് മുമ്പ് വരെ എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നവരെ ഞാൻ നന്നായി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രാർത്ഥിക്കാനൊന്നിനും വന്നിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു. എനിക്ക് അമ്മ മാതാവ് ഈശോപ്പിൽ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എൻ്റെ പേരൻസ്. ഹസ്ബൻഡ് മരിച്ച ശേഷം എനിക്കൊരു 5 വയസ്സുള്ള കുട്ടിയുണ്ട്. അവരെന്നെ വീട്ടിലോട്ട് കൊണ്ടുപോയി. എൻ്റെ ബ്രദർ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, അവളിങ്ങനെ വീട്ടിലിരുത്തണ്ട, അവൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അവൾ ഡിപ്രഷനിലോട്ട് പോവും, അവളെ നമുക്ക് പഠിപ്പിക്കാൻ വിടാമെന്ന് പറഞ്ഞ് നേഴ്സിങ്ങിന് പഠിപ്പിക്കാൻ വിട്ടു. അങ്ങനെ ഞാൻ നേഴ്സിങ്ങിന് പഠിക്കാൻ പോയി. ഫസ്റ്റ് ഇയറിൽ ഞാൻ എക്സാം എഴുതി കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പഠിച്ച് എക്സാം എഴുതുന്നതുകൊണ്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു BSc എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് പേടി പഠിക്കാനായിട്ട്, അതുകൊണ്ട് ഞാൻ GNM എടുക്കണുള്ളൂ എന്ന് പറഞ്ഞ് GNM എടുത്തു. ഫസ്റ്റ് ഇയറിൽ എക്സാം എഴുതി, പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞാൻ എഴുതിയത്. പക്ഷേ ഫസ്റ്റ് ഇയറിൽ റിസൾട്ട് വന്നപ്പോൾ 3 സബ്ജക്റ്റ് ഞാൻ ഫെയിലായി. സങ്കടം വന്നു. പക്ഷെ എന്നാലും ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ എൻ്റെ മാലയിലിട്ടിട്ടുണ്ട്. ആ മാതാവിൻ്റെ അടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മാതാവ്, ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചതാ, പിന്നെ എന്തിനാ നീ എന്നെ തോൽപ്പിച്ചതെന്ന് ചോദിച്ചു. പക്ഷേ ഞാനെന്നാലും പ്രാർത്ഥന കൈവിട്ടില്ല. ഞാൻ റിവാലുവേഷന് കൊടുത്തു. അങ്ങനെ 2 സബ്ജക്റ്റ് ഞാൻ പാസ്സായി. പിന്നെ ഒരു സബ്ജക്റ്റ് എനിക്ക് സപ്ലൈ ചെയ്തേണ്ടി വന്നു. സപ്ലൈ ചെയ്തപ്പോഴും ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ, എന്നെ ഇനി സപ്ലൈയിൽ തോൽപ്പിക്കരുത്, എൻ്റെ 1 വർഷം തന്നെ പോകുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ആരാധന കൂടി ഡെയിലി ബ്രെഡ് എല്ലാം കൂടി പ്രാർത്ഥിച്ച് കാരുണ്യ പ്രവൃത്തി എല്ലാം ചെയ്ത് ഞാനൊരു ദിവസം സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് പച്ചത്തിരിയിൽ തിരുഹൃദയത്തിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. അപ്പം തന്നെ എനിക്ക് എന്താ പറയുക, മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമായി. എൻ്റെ കൂട്ടുകാരി ഫോൺ വിളിച്ച് പറഞ്ഞു, ചേച്ചി റിസൾട്ട് വന്നു, ചേച്ചി നല്ല മാർക്കോട് കൂടി പാസ്സായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഇയർ എക്സാം എഴുതിയപ്പോൾ റിസൾട്ട് വന്നപ്പോൾ 25 മാർക്കായിരുന്നു. പക്ഷെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ 50-ന് മേളിൽ മാർക്ക് തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ സെക്കൻഡ് ഇയറിൽ എക്സാം എഴുതി. ഫസ്റ്റ് ഇയറിൽ ഞാൻ പറഞ്ഞു, നീ 3 വർഷം ഞാൻ പാസ്സാവുകയാണെങ്കിൽ അമ്മയുടെ മുമ്പിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന്. സെക്കൻഡ് ഇയർ ഞാൻ പ്രാർത്ഥിച്ച് എക്സാമിന് ഞാൻ ഒരാഴ്ച മുമ്പ് പഠിക്കാനിരുന്നത്, ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി പഠിക്കാനിരുന്ന സമയത്ത് അവിടെ ഒരു സിസ്റ്റേഴ്സിൻ്റെ ഹോസ്റ്റലായിരുന്നു. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ മേളിൽ അതിനായിട്ട് ചാപ്പലുണ്ട്. അവിടെ പോയി പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് വന്നിരുന്ന് പഠിക്കാനിരുന്ന സമയത്ത് നല്ല മുല്ലപ്പൂവിൻ്റെ മണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഞാൻ മാംഗ്ലൂരെ പഠിച്ചത്, അവിടെ കന്നഡക്കാരിങ്ങനെ തലയിൽ മുല്ലപ്പൂവൊക്കെ ചൂടി നടക്കണ കാരണം അതിൻ്റെ മണമായിരിക്കുന്നു വെച്ചു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി പറഞ്ഞു, നമുക്ക് റോട്ടിൽ പോയി നോക്കാം. പക്ഷെ റോട്ടിൽ നോക്കിയപ്പോൾ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല പരിസരത്ത്. ഞങ്ങൾ വീണ്ടും വന്നിരുന്നപ്പോൾ നല്ല മണം. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വന്നത്, മാതാവായിരിക്കും എൻ്റെ അടുത്തേക്ക് വന്നതെന്ന്. ഞാൻ അപ്പം തന്നെ അവളോട് പറഞ്ഞു, എടി നീ പേടിക്കണ്ട, നമ്മൾ എക്സാം പാസ്സാവും, മാതാവ് നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ റിസൾട്ട് വന്നു. ഞങ്ങളുടെ ക്ലാസ്സിൽ 79 പേര് എക്സാം ചെയ്തതിൽ 12 പേര് ഫുൾ പാസ്സായത്. ആ ഫുൾ പാസ്സായതിൽ ഒരാൾ ഞാനായിരുന്നു. അങ്ങനെ അടുത്തത് തേർഡ് ഇയറിൽ എക്സാം വന്നു. തേർഡ് ഇയറിൽ എനിക്ക് 2 സബ്ജക്റ്റ് എക്സാം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആദ്യത്തെ സബ്ജക്റ്റ് ഞാൻ എക്സാം എഴുതി. 2ാമത്തെ സബ്ജക്റ്റ് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ കാര്യം
എനിക്ക് നടക്കാതെ പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ആ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് അതുകൊണ്ട് പഠിക്കാൻ പറ്റിയില്ല. പഠിച്ചിട്ടുണ്ട്, പക്ഷേ എക്സാമിൻ്റെ തലേദിവസമൊന്നും എനിക്ക് ഒട്ടും പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് കരഞ്ഞു മാധവിനോട് പ്രാർത്ഥിച്ചു, മാധവ് എനിക്ക് പറ്റണില്ല, എനിക്ക് പക്ഷേ പരീക്ഷ പാസ്സായേ പറ്റൂ, കാരണം ഇത് എൻ്റെ അവസാനത്തേതാ, ലാസ്റ്റ് ഹോപ്പാണ്, നീ എന്നെ കൈവിടരുതെന്ന്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ വീണ്ടും ഫെയിലായി. എനിക്ക് സഹിക്കാൻ പറ്റില്ല. വീട്ടിലെല്ലാവരും ആ ഒരു കാര്യത്തിനെ പറ്റി എന്നെ കുറ്റപ്പെടുത്തി ഒരുപാട് വേദനിച്ചു. പക്ഷേ എൻ്റെ അച്ഛനമ്മയും വേദനിക്കുന്ന കാണാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. മാധവനോട് പറഞ്ഞു, അവരാണ് എനിക്ക് ഒരു ജീവിതം തന്നത്, അതുകൊണ്ട് ഞാൻ റിവാലുവേഷന് കൊടുക്കും, നീ എന്നെ പാസ്സാക്കി തന്നേ പറ്റുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. മുട്ടിപ്പായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതിന് ഫലമായിട്ട് റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. ഞങ്ങളുടെ ഗ്രാജുവേഷൻ ജൂൺ 26 അതിൽ 37 പേർക്ക് ആ ഗ്രാജുവേഷനുള്ളൂ. ഞങ്ങൾ 69 പേര് എക്സാം എഴുതിയിൽ. മാധവ് എനിക്ക് ഒരുപാട് അനുഗ്രഹം തന്നെ എന്നെ പാസ്സാക്കിയത്. അതേപോലെ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാരുണ്യ പ്രവർത്തികൾ, എനിക്ക് പൈസ ഇല്ലാത്ത ചില ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പൈസ ചോദിക്കും. പിന്നെ ചിലവർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഞാൻ പൈസ കൊടുത്ത് അവരെ സഹായിക്കാറുണ്ട്. പക്ഷെ ഞാൻ ആരോടും പറയാറൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് രോഗികളെ സഹായിക്കാറുണ്ട്. ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പോസ്റ്റിങ്ങിന് പോണത്. അപ്പോൾ അവിടെ കുറേ പേര് ഉണ്ടാവും ഇങ്ങനെ ഭക്ഷണം കിട്ടാതെയും ബൈസ്റ്റാൻഡേഴ്സായിട്ട് വരണവരാ. അപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ എനിക്ക് നേർച്ച വസ്തുവിൻ്റെ മെയിൻ ഉപയോഗം എനിക്കുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് 6 വർഷമായിട്ട് സ്കിന്നിൻ്റെ അലർജി ഉണ്ടായിരുന്നു. ഒരുപാട് ഡോക്ടേഴ്സിനെ ഞാൻ കണ്ടു, എനിക്ക് പറ്റണുണ്ടായിരുന്നില്ല, കാരണം അത്രയും വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഓരോ ഡോക്ടേഴ്സിനെ കണ്ട് ഓരോ മരുന്ന് തരുമ്പോഴും 2 മാസം കഴിക്കും, അതേ അസുഖം മാറും, പിന്നെ വീണ്ടും വരും. ഞാൻ ഒരുപാട് എൻ്റെ വീട്ടുകാരിൽ നിന്നാണെങ്കിലും ഞാൻ ഒരുപാട് ഇൻസൾട്ട് വന്നത്. അവരെന്നെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യുന്നതല്ല, പക്ഷെ കൂടി എനിക്ക് പബ്ലിക്കായിട്ട് ഇങ്ങനെ മേലൊക്കെ ചൊറിച്ചിൽ വരുമ്പോൾ എനിക്ക് പബ്ലിക്കായിട്ട് ചൊറിയാൻ പറ്റില്ല. അതേപോലെ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ക്ലാസ് റൂം നല്ല ചൂടായിരുന്നു. ചൂടെടുക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ അലർജി ഒരുപാട് വരുമായിരുന്നു, ഇറിറ്റേഷനായിട്ട്. ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് എനിക്കിതൊന്ന് മാറ്റിത്താ, എന്നെക്കൂടി സഹിക്കാൻ പറ്റണില്ല എന്ന്. അങ്ങനെ ഉടമ്പടി തൈലും ഉപ്പും കൂടി ഞാൻ പെരട്ടി, നല്ല നീറ്റുണ്ടാവും, അങ്ങനെ പൊട്ടി ഇങ്ങനെ പഴുത്ത് ചിലമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ വേദന സഹിച്ച് ഞാൻ പെരട്ടിയിട്ടുണ്ട്. അമ്മ മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് എനിക്ക് കഴിഞ്ഞ 3 മാസമായിട്ട് എനിക്കൊരു അലർജിയിൽ ഒന്നുമില്ല, പൂർണ്ണമായിട്ട് എന്നെ മാറ്റി തന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, അത് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ യോഗത്തിൽ വീടിൻ്റെ കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു വീടില്ല. അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനും വീട് വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടുകാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട് വാങ്ങാൻ വേണ്ടി മാതാവിനോട് ഞാൻ നിയോഗം വെച്ചു. അങ്ങനെ ഒരു വീടും സ്ഥലവും എനിക്ക് കിട്ടി. ഞങ്ങൾ അത് കരാർ എഴുതിയിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ അതിന് ഫുൾ എമൗണ്ട് കൊടുക്കണം. എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് അമ്മ മാതാവ് അത് എനിക്ക് നൽകുന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സാമിന് പോണ സമയത്ത് ഉടമ്പടി തൈലും ഉപ്പും കൂടി കൊണ്ടുപോകും. ഉപ്പ് ഞങ്ങൾക്ക് അങ്ങനെ എക്സാം ഹോളിൽ അങ്ങനെ കയറ്റാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് കടലാസിൽ ആരും കാണാണ്ട് പൗച്ചിൽ ഒളിപ്പിച്ച് വെച്ച് കൊണ്ടുപോകും. എന്നിട്ട് ഞാൻ എക്സാം എഴുതണ ടേബിളിൻ്റെ അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് 4 മൂലയ്ക്കിടും. അപ്പോൾ ഇത് നമുക്ക് കൈമാറാൻ പറ്റില്ലല്ലോ. ഞാനപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവരെയും കൂടി സമർപ്പിച്ച് ഞാൻ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ എക്സാം എഴുതുന്ന സമയത്ത് കാശ് രൂപ ഞാൻ മുറുക്കെ പിടിച്ച് ഞാൻ എക്സാം എഴുതും. അമ്മ മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ എക്സാം ഹോളിൽ പച്ച ഡ്രസ്സായിട്ടും ആഷ് കളർ ഡ്രസ്സായിട്ടും അമ്മ മാതാവായിട്ട് കൂടെ. ചില സമയത്ത് 1 വേർഡ് ഞങ്ങൾക്ക് GNM-ൽ ഞങ്ങൾക്ക് 1 വേർഡ് കൂടുതൽ, 15 മാർക്കിന് 1 വേർഡാണ്. അപ്പോൾ ചില സമയത്ത് അതിൻ്റെ ആൻസറൊന്നും കിട്ടാത്ത സമയത്ത് അമ്മ മാതാവിൻ്റെ രൂപത്തിലായിട്ട് ചില ടീച്ചേഴ്സ് ഞങ്ങളുടെ അടുത്തേക്ക് വരും. എന്നിട്ട് ഞങ്ങൾ ചോദിക്കാതെ തന്നെ ഞങ്ങൾക്ക് ആൻസർ പറഞ്ഞു തന്ന് അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടമ്പടി തൈയിൽ ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ വയ്യാതിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അവരുടെ നെറ്റിയിൽ ഞാൻ വരയ്ക്കും. അതേപോലെ ഉപ്പ്, തൊണ്ടവേദനയൊക്കെ കുറേ പേർക്ക് വന്നിട്ട് ചൂടുവെള്ളത്തിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ അവർക്ക് കൊടുത്ത് അങ്ങനെയും കുറേ രോഗസൗഖ്യം ലഭിച്ചിട്ടുണ്ട്. പിന്നെ
ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ടാണ് ഞാൻ പത്രം കൊടുത്തിരുന്നത്. കാരണം ഇവിടെ കേരളത്തിൽ ഞാൻ എൻ്റെ അടുത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ ആദ്യമൊക്കെ അവർ വാങ്ങും, പിന്നെ അവർ കൊണ്ട് കളയണം ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ചിലവർ വേണോ വേണ്ടേന്ന് വെച്ചിട്ടാണ് അവർ മേടിക്കണത്. അപ്പോൾ എനിക്ക് അവർക്ക് കൊടുക്കാനുള്ള താല്പര്യമില്ലായിരുന്നു. എൻ്റെ ആൻറ്റി പൊള്ളാച്ചിയിലുണ്ട്. അപ്പോൾ ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി എനിക്കിങ്ങനെ പത്രം കൊടുക്കണം. അപ്പോൾ ആൻറ്റി പറഞ്ഞു അങ്ങോട്ട് വരാൻ പറഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ഭുതമായിട്ട് തോന്നി. കാരണം പത്രം കൊടുക്കുമ്പോൾ അവർ കൈ കൂപ്പിയാണ് ആ പത്രം, ഇത് അവർക്ക് ഏതാണെന്നൊന്നും അറിയില്ല. പക്ഷേ അവർ ആ പത്രം മേടിച്ച് അവർ നമ്മളെ അനുഗ്രഹിച്ചിട്ടാണ് ആ പത്രം അവർ നമ്മളിൽ നിന്ന് മേടിക്കുക. അതുപോലെ തന്നെ ഞാൻ അവർക്ക് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറേ പേർക്ക് പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അവർക്ക് സഹായങ്ങൾ കൊടുത്തിട്ടുള്ളൂ. ചിലവർക്ക് എന്താ പറയുക, ഡ്രസ്സ് ഇല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും, ഭക്ഷണം വാങ്ങിക്കൊടുക്കും. പക്ഷെ ഞാനിത് ആരോടും പറയില്ല. കാരണം നമ്മൾ ചെയ്യുന്നത് മറ്റൊരാൾ അറിയേണ്ട ആവശ്യമില്ല. അമ്മ മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഇനിയും എനിക്ക് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അമ്മ ഇടവരുത്തിട്ടേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിനോട് ഈശോയ്ക്ക് 1000 ഞാൻ നന്ദി പറയണം. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 28-ാം വാക്യം. യേശു പറഞ്ഞു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ഈ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. ജീവിതത്തിൽ പ്രത്യാശ വെക്കേണ്ട ചെയ്ത പങ്കാളിയുടെ വിയോഗവും അതിനെ തുടർന്നുള്ള പ്രയാസങ്ങളുടെ ഡിപ്രഷൻ്റെയൊക്കെ രീതിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ മകൾക്ക്, ജിഷ്മ ഷാജിന്, ഈ മകൾക്ക് ഉടമ്പടി എടുക്കുവാനും ഉടമ്പടിയോട് ചേർന്ന് കൊണ്ടുള്ള ജീവിതം പരിശുദ്ധ അമ്മയിലേക്ക് കൂടുതലായിട്ട് ചേർത്തിർത്തുകയും ചെയ്തു. പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഇവളുടെ വിശ്വാസത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയും അവൾ പ്രത്യാശ വെച്ച അമ്മയിൽ അമ്മ അവളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളായിട്ട് മാറുകയും ചെയ്തു. നമുക്കെല്ലാവർക്കും സ്നേഹത്തോടു കൂടി ജിഷ്മ ഷാജനോട് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥന ഓർക്കുകയൊക്കെ ചെയ്യാം. അമ്മ നൽകിയ അനുഗ്രഹങ്ങളും അതോടൊപ്പം രോഗസൗഖ്യം നൽകിയതും, നീണ്ട 6 വർഷങ്ങൾ നിരവധിയായ മരുന്നുകൾ കഴിച്ചിട്ടും അതിനുശേഷമാണ് അലർജി എന്ന രോഗത്തെ പൂർണ്ണമായിട്ട് മാറ്റുവാനായിട്ടൊക്കെ സാധിച്ചത്. ഈ മകളോടൊപ്പം ഈ മകളെ പ്രത്യാശ വെച്ച വിശ്വാസവും ഈ അമ്മയുടെ സാന്നിധ്യവും പ്രത്യക്ഷീകരണ കൃപാസന മാതാവിൻ്റെ സാന്നിധ്യവും എപ്പോഴും അവളോടൊപ്പം ഉണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും പരിശുദ്ധ മാതാവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്ന അനുഗ്രഹങ്ങൾക്ക് ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുകയും ചെയ്യാം. 1000 സ്നേഹത്തോടെ പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും നമുക്ക് പ്രാർത്ഥനകളും നന്ദി അർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.